എൻ്റെ അമ്മ എന്തൊരു ഹോട്ടാ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഹണി റോസിന്റെ കാര്യമാണ് സംസാരിക്കാൻ വന്നത്. ബോച്ചയുടെ കാര്യമുണ്ട്, വസ്ത്രധാരണത്തിന്റെ കാര്യമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഈ പുള്ളിക്കാരൻ പറഞ്ഞു തരും. ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുവാണെങ്കിൽ ആരെങ്കിലും കമന്റ് പറയോ? ആരെങ്കിലും നോക്കൂ. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് നടന്നാൽ കമന്റ് ഉറപ്പായിട്ട് പറയും. അതെ, റോസൊക്കെ തന്നെയാണ്. കമന്റ് എന്തായാലും പറയും, എല്ലാരും നോക്കുകയും ചെയ്യും. സമൂഹത്ത് എങ്ങനെ വേണേലും ഡ്രസ്സ് ധരിച്ച് നടക്കാം, അതൊക്കെ അവരോട് ഇഷ്ടം. പക്ഷെ ഇങ്ങനെയൊക്കെ നടന്നാൽ അങ്ങനെയും കൂടെ കേൾക്കാൻ തയ്യാറാവണം. ഇങ്ങനെയൊക്കെ കാണിച്ചും പറഞ്ഞ് നടക്കുന്ന ഹണി റോസിന് ഇതൊക്കെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നടക്കാൻ പോരുത്. അതെ, സത്യമാ. ഇങ്ങനൊക്കെ നമ്മൾ ഡ്രസ്സിങ് ധരിച്ച് നടക്കുമ്പം പലതും പറയും. അതൊക്കെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. എന്തായാലും ബോബിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമല്ല. അല്ല, പിന്നെ ഇതൊരു നടി ആയതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് കേസെടുത്ത് പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടായി. ഒരു പാവപ്പെട്ട ആൾക്കാർ ഒരു സ്റ്റേഷനിൽ എന്തെങ്കിലും കേസിൽ പോകുമ്പോൾ ഇതൊക്കെ നടത്തുന്നുണ്ടോ? പെട്ടെന്ന് നടപടി എടുക്കുന്നുണ്ടോ? കേസെടുക്കുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് നടിമാരുണ്ട്. മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, അങ്ങനെ കുറെ നടിമാരുണ്ട്. അവർക്കെതിരെ ഡ്രസ്സിങ്ങിന്റെ പേരിൽ ഇന്നാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ട്. അവര് നല്ല പോലെ ഡ്രസ്സ് ധരിച്ചു നടക്കും. ഇങ്ങനെ ഡ്രസ്സ് ധരിച്ചു നടന്നാൽ ഉറപ്പായിട്ടും ആരായാലും കമന്റ് അടിച്ചു പോകും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പെണ്ണുങ്ങൾ ഇത്രയുള്ള നിക്കറിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ആണുങ്ങൾ പൊക്കി കൊടുത്താൽ വാഹങ്കാരിയാണ്. തോന്നിയ വസ്ത്രം ധരിക്കാമെങ്കിൽ ആർക്കും എന്തും പറയാം. പക്ഷെ അത് കേൾക്കാനുള്ളൊരു ഇത് കാണിക്കണം. എന്നിട്ട് നിങ്ങൾ തോന്നിയ വസ്ത്രം ഏത് രീതി വേണമെങ്കിലും നടന്നു. ഈ പുള്ളിയുടെ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം, മല്ലു ബോയ് 88. സത്യം പറയല്ലോ, എക്സലന്റ് പക്കായിട്ടുള്ള കാര്യമാണ് പുള്ളി പറയും. എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിക്കാരൻ്റെ പ്രസന്റേഷനും കാര്യമെല്ലാം പക്കടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പുള്ളിക്കാരൻ പറഞ്ഞത് 100% ശരിയാണ്. ഒന്നാമത്തെ കാര്യം വസ്ത്രധാരണം ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. അത് വസ്ത്രം അങ്ങനെ ധരിച്ച് അങ്ങനെ പറയാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ ആസ് എ നോർമൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കേരളത്തിലെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളവരെ ഇപ്പം എല്ലാവരും കേരളത്തിലുള്ള മിക്കവരാണെന്നുണ്ടെങ്കിലും കൊള്ളാം കേട്ടോ, സൂപ്പറാ പറയും. ചില ക്രിമിനൽ മുത്തവന്മാർ വന്ന് ചേച്ചി കളർ എന്താണ്, അങ്ങനെ എന്താണ്, മറ്റേതെന്താണ്, മറിച്ച് എന്നുള്ള വൃത്തികെട്ട രീതിയിലുള്ള തേർഡ് റേറ്റ് കമന്റ് ചെയ്യും. പക്ഷെ അതിനുള്ള സാഹചര്യം ചൂണ്ടക്കുളത്തിട്ട് കൊടുക്കുമ്പോഴേ മീൻ കയറി കൊത്താറുള്ളൂ. അല്ലാതെ എവിടെയോ ഇരിക്കുന്ന ചൂണ്ടയിൽ വെള്ളത്തിൽ കിടക്കുന്ന മീൻ കയറി കൊത്താറില്ല. അതും കൂടെ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ ബോബി ചെമ്മണ്ണൂരെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ക മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതായത് പുള്ളിക്കാരൻ്റെ ഇനാഗ്രേഷൻ്റെ വീഡിയോ ഞാൻ പറയില്ലേ, പോസിറ്റീവായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം ആൾക്കാരോട് എത്തണമെന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ 10 കോടി ആൾക്കാരോട്ട് എത്തും. അതിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ മനഃപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് വ്യക്തിയായിട്ട് വന്ന എൻ്റെ മാത്രം ഇതാണ് കേട്ടോ ഇത്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ മൂന്നാമത്തെ കാര്യം പാവപ്പെട്ടവനും നമ്മുടെ സെലിബ്രിറ്റിയും നമ്മുടെ വ്യത്യാസം. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ ചേട്ടാ. പാവപ്പെട്ടവർക്കൊന്നും ഒരു വിലയും ഈ നാട്ടിൽ പോലീസും നിയമവും കൊടുക്കുന്നതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നും പറഞ്ഞ് എല്ലാവർക്കും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ചില സാഹചര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. നമ്മുടെ പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു ബഹുമാനം, വില അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നൊരു മുൻതൂക്കവും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ സെലിബ്രിറ്റികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ കേസ് വൈറലായത്. ഇല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ ഒന്നും പിടിച്ചകത്തിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു നോർമൽ ഒരാൾ കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. നാലാമത്തെ കാര്യം, മലയാളത്തിലെ മഞ്ജു വാര്യരും പിന്നെ വേറെ ആരെന്ന് പറഞ്ഞേ, കാവ്യ മാധവൻ, അവരുടെ ഡ്രസ്സിങ് രീതി സത്യമല്ലേ പുള്ളി പറഞ്ഞത്? അവർ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നതിന് കേരളത്തിലെ ആൾക്കാരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കുന്നവർ ആരും ഒന്നും പറയാൻ പോത്തില്ല. ചില ആൾക്കാർ ചില വേദികളിൽ ഭയങ്കര സ്കിന്നി ആയിട്ടുള്ള ഡ്രസ്സും ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും ഒക്കെ കാണുമ്പം എനിക്ക് മനസ്സിലാവുന്നില്ല, എന്തോ നെഗറ്റീവായിട്ട് റീച്ചായ ആൾക്കാരാണ് അങ്ങനെ എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത് കേട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നെഗറ്റിവിറ്റിയിലൂടെ റീച്ചാകുന്ന ആൾക്കാരില്ലേ, ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് വ്യക്തിയായിട്ട് തോന്നുന്നത്. പക്ഷേ ഹണി റോസിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ നോർമൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂലാണ്. പുള്ളിക്കാരി കാണിച്ചത് ഭയങ്കര മോശമാണ്, പുള്ളിക്കാരുടെ ഡ്രസ്സിങ് ഭയങ്കര മോശമാണെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷേ എനിക്കത് ഒരാളെ യാതൊരു അർഹതയില്ല. എൻ്റെ കുഞ്ഞമ്മയുടെ മോളൊന്നുമല്ല ഹണി റോസ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തുമില്ല. പക്ഷേ ഇനി നോർമൽ കേരളത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരൻ, കേരള സമൂഹം അറിയാവുന്ന ഒരുപാട് ആൾക്കാർ, എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനകത്ത് ചെറിയ ഒരാളും എന്നുള്ള രീതിയിലും പറയുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പെമ്പിളാരെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാ പെമ്പിളാർക്കും അറിയാം ആടെ ഭാഗം തെറ്റെന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആർക്കും അറിയാത്ത കാര്യങ്ങളോ ആരും കൊച്ചു പിള്ളേരോ ഒന്നുമല്ല.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി. ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഹണി റോസിൻ്റെ ഭാഗത്ത് ബോബി ചെമ്മണ്ണൂറിനെ ഞാൻ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. പോക്കർത്തരം കാണിച്ച് അടി കിട്ടണം, ജയിലിൽ കിടക്കണം, കമ്പി ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എങ്കിലും എനിക്കിത് ഇപ്പോഴും പറയാം കേട്ടോ, എനിക്കിത് ഇങ്ങനത്തെ ഒരു കേസായിട്ടൊന്നും തോന്നുന്നില്ല. നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പൈസ മേടിച്ചിട്ടുള്ള പ്രൊമോഷൻ പോലെ എനിക്ക് തോന്നുന്നത്, നെഗറ്റീവ് പ്രൊമോഷൻ. വ്യക്തിയോട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. അത്ര ആൾക്കാർ ബോച്ചെറിയ ബോബി ചെമ്മണ്ണൂറിൻ്റെ കേസൊക്കെ പത്രമാധ്യമങ്ങൾ മൊത്തം റീച്ച്, യൂട്യൂബിലൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് ആയി ന്യൂസിന്. അതും മൾട്ടിപ്പിൾ ചാനലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് വ്യൂസ് ആയി ചാനലിന്, ഈ കോണ്ടന്റിന്. കോണ്ടന്റ് അല്ല, ചില ആൾക്കാർ കോണ്ടന്റ് അല്ലേ, കണ്ടന്റ് കേട്ടോ. ചിലർ കോണ്ടന്റ് എന്നൊക്കെ പറയത്തുള്ളൂ, നമുക്ക് കണ്ടന്റ് മതി. അപ്പം ഓക്കെ ഗൈസ്, എൻ്റെ അഭിപ്രായം ഇതാണ്. ഹണി റോസ് കാണിച്ചത് മോശമായി പോയി. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടെ കയ്യിരിപ്പിനുള്ളതാണ് അവർക്ക് കിട്ടിയതെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നത്. പക്ഷെ എന്ന് പറഞ്ഞ് അത് ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല. അവരുടെ ഡ്രസ്സിങ്സ് ഒക്കെ ഇച്ചിരി നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നടിമാരെ പോലെ തന്നെ അവർക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കാൻ പറ്റുന്ന ഓരോരുത്തർ വരുത്തി വെച്ച കുഴിയാണെന്നാണ് എനിക്ക് വ്യക്തമായിട്ട് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഇറ്റ് ഗൈസ്.